അതെ അതെ, ഏരിയ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി കലുഷിത ഭൂമിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം സ്ഥലത്ത് തന്നെ ഇങ്ങനത്തെ യുദ്ധം എന്നോ തന്നെ പകുതി ഇത് എപ്പോഴും ഈ വോട്ടിങ്ങിനെയൊക്കെ സ്വാധീനിക്കുന്നത് ഗ്രൗണ്ട് ലെവലിലുള്ള പ്രവർത്തനങ്ങളാണ്. എപ്പോഴും നമ്മുടെ ഈ ഏരിയകൾ, നമ്മുടെ ഈ ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്താൽ മാത്രമേ ഒരു പാർട്ടിക്ക് ജയിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഗ്രൗണ്ട് ലെവലിൽ തന്നെ CPM അടി പതറിയിരിക്കുകയാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതായത് മുകളിലത്തെ ഇപ്പൊ പോളിറ്റ് ബ്യൂറോ അങ്ങനെയുള്ള കാര്യങ്ങളിലല്ല ഈ പൊട്ടിത്തെറി ഉണ്ടാവുന്നത്, ലോക്കൽ ഏരിയ കമ്മിറ്റീസിലും ഒക്കെയാണ് ഉണ്ടാകുന്നത്. അത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ് അല്ലെ? എന്താണ് അതിനെ കൂടുതൽ വാർത്ത? ആലപ്പുഴയിലാണല്ലേ കൂടുതൽ, കരുനാഗപ്പള്ളി ആലപ്പുഴയിലും. വിഭാഗീയത തെരുവിലേക്കും പരസ്യ പ്രതിഷേധത്തിലേക്കും നീങ്ങിയതോടെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്തത്. വിഭാഗീയത എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വേർതിരിവുകള് ഓൾറെഡി പാർട്ടിക്കകത്ത് ഇങ്ങനത്തെ വേർതിരിവുകൾ ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ തന്നെ അത് പുറത്തേക്കെത്തി. അതായത് നാട്ടുകാർ അറിയാൻ തുടങ്ങിയപ്പോ ഇവർക്ക് ഇച്ചിരി കൂടെ പ്രശ്നം രൂക്ഷമായി. ആ ഒരു സാഹചര്യത്തിൽ അപമാനം വന്നൊരു സാഹചര്യം വന്നപ്പോ അതെ തല്ലായി. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും അതന്നെയാണല്ലോ LDF CPM അങ്ങനെ നിരവധിയായിട്ട് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. രണ്ട് പാർട്ടിക്ക്, എല്ലാ പാർട്ടിക്കും ഉണ്ട് കേട്ടോ, അത് വേറെ കാര്യം. കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. ഇവർക്ക് തുടർന്ന് വരുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കാനാകില്ല. വേർതിരിവിന്റെ ഒക്കെ ഹൈ ലെവലിലൊക്കെ എത്തി. അതോടുകൂടി അതായത് BJP പൊട്ടിത്തെറി ഉണ്ടെന്ന് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് തൊട്ടപ്പുറത്ത് ജന്മഭൂമി CPM പൊട്ടിത്തെറി എന്നുള്ള അടുത്ത രണ്ടുപേരും നല്ല ബാലൻസ് ചെയ്യുന്നുണ്ട് ഫ്രണ്ട് പേജിൽ തന്നെ.